സർവ്വത്തെ പ്രതി ഹല്ലേലൂയ. ഒരു ദിവസം ഞാൻ അണക്കരയിൽ ആദിശനായ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊരു കുടുംബം അവരുടെ മോനെയും കൊണ്ട് വരും. അവന് ഈ എക്സിമ രോഗമാണ്. ഇവനൊരു 3 വയസ്സ് പ്രായം പോലും ഇല്ല. ഇതിൻ്റെ തലമുട്ട് മുഴുവൻ, ശരീരം മുഴുവൻ ഇങ്ങനെ പൊരിഞ്ച് പറയാൻ പറ്റത്തില്ല, ഇങ്ങനെ പൊട്ടിക്കീറിട്ട് ചലവൊഴുക. തലമുടിയെല്ലാം ഒരു തലമുടി കാണത്തില്ല, ഒരു പൊറ്റം പിടിച്ചെങ്കിൽ മൊത്തം നിറഞ്ഞിരിക്കുക, കണ്ണൊക്കെ കംപ്ലീറ്റ്. അപ്പോൾ എന്നോട് ആ കൊച്ചിൻ്റെ അപ്പനമ്മയോട് പറഞ്ഞ്, അച്ഛാ തമിഴ്സാണ്, അവരിനെ പറഞ്ഞു, അച്ഛാ ഇത് അലോപ്പതിയും എല്ലാം മരുന്നും കൊടുത്തു, ഒരു രക്ഷയിൽ കൊച്ചു ഉറങ്ങുന്നത് ഭയങ്കര ഇവനിക്ക് അരച്ചിലുണ്ട്. അപ്പോൾ ഈ കണ്ണൊക്കെ ഇങ്ങനെ ചുമന്ന് കണക്കൊരു കീറി ദേഹം പ്രത്യേകം ഒരു കണ്ടാലേ മനസ്സിലാവും. അപ്പോൾ ഈ അടുത്ത് നിൽക്കുന്നവർ മാറി നിൽക്കണ ദുർഗന്ധം പോലും കൊച്ചിൻ്റെ ദേഹത്തുണ്ട്. ശരിക്കും ഞാൻ ഈ കൊച്ചിൻ്റെ തല എവിടെ കൈവച്ച് പ്രാർത്ഥിക്കണം പക്കം പറ്റത്തേ, കാരണം മൊത്തം വ്രണമാണ്, മൊത്തം മുറിവാണ്. അപ്പം ഞാൻ എൻ്റെ 2 വിരൽ കൊച്ചിൻ്റെ ഈ പൊങ്ങി ചെയ്യുന്നൊരു തലമുടിയുടെ മുകളിൽ വെച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. ഇത് വെറുതെ പറയുന്നല്ല. അച്ഛൻ പറഞ്ഞ ക്ലാസ് നിങ്ങൾക്ക് വിശ്വസിച്ചോണം. വെറുതെ പറയാൻ അനുഗ്രഹത്തിൻ്റെ വാതിലാണ് പറയുന്നത്. ഞാൻ പോകുന്നു, ഞാനറിയുന്നില്ല, ഞാൻ അമ്പളം തെളിച്ചു, അടുത്ത ആളുകൾ ഞാൻ പോയി. പിറ്റേ മാസം നോക്കുമ്പോൾ ഒരു 10-70 തമിഴൻസ് അവിടെ പ്രാർത്ഥിക്കാൻ വന്നില്ല. എൻ്റെ അടുത്ത് വരും, ഒരുമിച്ച് കൂടി വരുമ്പോൾ ഈ കുട്ടീനെ ഇവരുടെ തലേ വെച്ചിട്ടുണ്ട്. പ്രശ്നം നോക്കുമ്പോൾ കൊച്ചിൻ്റെ ദേഹത്ത് ഈ രോഗമില്ല. പ്രശ്നം ഞാൻ ചോദിച്ചിട്ടല്ല, ദൈവം എനിക്ക് തന്നത് തന്നു. 2 വള്ളത്തെ ജീവിക്കില്ല ഞാൻ പണ്ട് തീരുമാനിച്ചതാണ്. സുവിശേഷ വേലം തിന്നുപോയാലും ഇല്ലേലും കുഴപ്പമില്ല, 2 വള്ളത്തെ ജീവിക്കില്ല. മാനസാന്തരം കഴിയുന്നവന് 1 വള്ളമേ ഉള്ളൂ. മാനസാന്തരം കഴിയുന്നിടം വരെയും 2 വള്ളത്തിലായിരിക്കും. പ്രസലോഷ് പള്ളി വരുമ്പം വിശുദ്ധ പ്രസലോഷ്. അത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പം വേറൊരു വള്ളം കൂടിയുണ്ട്. യേശുവെ സ്തുതിക്കുന്നു. അച്ഛൻ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടല്ലേ? പ്രസലോഷ് ഹല്ലേലൂയ. യേശുവെ സ്തുതി. നമ്മൾ 2 ഒരു ഭാഷക്കാരായതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവും. പ്രസലോഷ് അത് കയ്യെടുത്ത് കിടത്താവുന്ന ഒന്ന് പറഞ്ഞേരെ. യേശുവെ സ്തുതിക്കുന്നു. 2 കരം പിടിച്ച് പറയും ഹല്ലേലൂയ. ജെറമ്യ 4:14 ജെറുസലേമേ നിന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുക, എന്നാൽ നീ രക്ഷപ്പെടും. ജെറുസലേമേ നിന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുക. അതിനാണ് ഈ വിലാപങ്ങളുടെ പുസ്തകം 4:1-2-3 സ്വർണം എങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിനെങ്ങനെ മാറ്റം വന്നു, വിശുദ്ധ മന്ദിരത്തിൻ്റെ കല്ലുകൾ വഴിക്കവലയ്ക്കൽ ചിതറിക്കിടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സിയോന്റെ മക്കൾ തങ്ങളുടെ തൂക്കത്തിനൊപ്പം തങ്കത്തിൻ്റെ വിലയുള്ളവർ ഇന്ന് കുശവൻ്റെ കരവേലയായ മൺപാത്രങ്ങൾ പോലെ ഗണിക്കപ്പെട്ടത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യമുണ്ട്. സ്വർണം എങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിനെങ്ങനെ മാറ്റം വന്നു, വിശുദ്ധ മന്ദിരത്തിൻ്റെ കല്ലുകൾ ചിതറിക്കിടക്കുന്നു. ചില കുടുംബ പ്രശ്നങ്ങളും മക്കളുടെ പ്രശ്നങ്ങളും ഞങ്ങൾ വിഷമിച്ചു വരാറുണ്ട്. കാരണം ഈ കുഞ്ഞുങ്ങളൊന്നും മാനസാന്തരപ്പെട്ടിട്ടില്ല. മാനസാന്തരപ്പെടാത്തതിൻ്റെ കാരണം അതിൻ്റെ മുമ്പിലുള്ള അപ്പനമ്മയും മാനസാന്തരപ്പെട്ടിട്ടില്ല. ധ്യാനം കൂടുന്നുണ്ട്, വർഷത്തിൽ 4 ധ്യാനം. ഈ ധ്യാന കേന്ദ്രത്തിൽ ആ ധ്യാന കേന്ദ്രത്തിൽ അവിടെ ഇവിടെ എല്ലായിടത്തും കൂടുന്നുണ്ട്. ഓട്ടത്തിനൊന്നും കുഴപ്പമൊന്നുമില്ല. യേശുവെ സ്തുതിക്കുന്നു. അതിൻ്റെ കാരണമൊന്നുള്ളൂ, നിങ്ങൾ മാനസാന്തരപ്പെട്ടു എന്ന് പറയാൻ ഒറ്റ വഴിയുണ്ട്. ദൈവത്തിലേക്ക് വരുമ്പോൾ, ശരിക്കും മാനസാന്തരപ്പെട്ട ഒരാൾ വരുമ്പോൾ അത് ദൈവത്തോടൊന്നും ആവശ്യപ്പെടില്ല. ദൈവമേ എനിക്ക് നിന്നെ മാത്രം മതി എന്ന്. അതാണ് ധൂർത്തപുത്രൻ. ശരിക്കുള്ള മാനസാന്തരപ്പെടുന്നവൻ ഒരു ഭൗതിക നന്മയോ ഒരു നേട്ടമോ ജോലിയോ സ്ഥാനമാനമോ പേരോ വീടോ മക്കളുണ്ടാകണമെന്നോ മക്കളുണ്ടാകരുതെന്നോ രോഗശാന്തി ഒന്നും ചോദിക്കില്ല. എനിക്കവിടെ നിൻ്റെ ഭവനത്തിൽ ഒന്നായിരുന്നാൽ മതി. അങ്ങനെ ചിന്തയോടെ വരുമ്പോൾ മാത്രമാണ് മാനസാന്തരം സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെ വരുന്നവന് ദൈവാനുഗ്രഹങ്ങൾ അവിടെ കിട്ടിയിരിക്കും. പ്രൈസ് ചോദിക്കും മുമ്പേ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്വർഗസ്ഥനായ പിതാവ് അറിഞ്ഞിരിക്കും. പ്രൈസ് ചോദിക്കും മുമ്പേ ദൈവം ഇടപെട്ടിരിക്കുക. ഒന്നും ചോദിക്കേണ്ട, കൈയടിച്ച് കർത്താവ് പറഞ്ഞേ ഹല്ലേലൂയ. 2 കരം പിടിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. ആരാധന. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ശുശ്രൂഷ തുടങ്ങുമ്പോൾ ഇന്ന് അണക്കരയിൽ ഇങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥനക്കാർ ഒത്തിരി പേരുണ്ട്. മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ നടന്നു ഇഷ്ടം പോലെ. ഒത്തിരി യേശുക്ക് നന്ദി പറയുന്നു. എന്നെ സഹായിക്കുന്ന ഒത്തിരി മക്കളുണ്ട്.
പക്ഷേ വർഷം മുമ്പ് ഞാൻ ഈ ശുശ്രൂഷ ജീവിതം തുടങ്ങുമ്പോൾ ഒരു 10-14 വർഷത്തോളം ഒറ്റ മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പുകാരും ഇല്ല എനിക്ക്. പ്രൈസ് ദി ലോർഡ്. യേശുവെ സ്തുതിക്കുന്നു ആരുമില്ല. പക്ഷേ അനുഗ്രഹത്തിന് ഒരു കുഴപ്പവും. പ്രൈസ് ദി ലോർഡ്. യേശുവെ സ്തുതിക്കുന്നു യേശുവെ സ്തുതിക്കുന്നു. അതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചപ്പം പരിശുദ്ധം ഞാൻ പറഞ്ഞു, എന്നാ ഈശോ എല്ലായിടത്തും മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പുണ്ട്, എനിക്ക് മാത്രമല്ല. അപ്പം പരിശുദ്ധം പറഞ്ഞു, പണ്ട് ഫ്രാൻസിസ് അസീസി സുവിശേഷം പ്രസംഗിച്ച മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അന്തോനീസിനെ വിളിച്ച സുവിശേഷ പ്രഘോഷം മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പ് അപ്പുറത്തുനിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഇല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. കേൾക്കുന്നുണ്ടോ? യേശുവെ സ്തുതിക്കുന്നു. അപ്പോൾ എന്താണോ അനുഗ്രഹത്തിന് വേണ്ടത്? നീ ഒരു കാര്യം ചെയ്യുക. അന്തോനീസിനെ പോലെ ജീവിക്കുക, ഫ്രാൻസിസ് സേവറിനെ പോലെ ജീവിക്കുക. പാദ്രോപ്പിയെ പോലെ ജീവിക്കുക, ജോൺ മരീവിയാനെ പോലെ ജീവിക്കുക. അപ്പോൾ എൻ്റെ മാലാഖമാർ നിന്നെ സഹായിക്കും, സംരക്ഷിക്കും, വഴി നടത്തും. Can you follow me? Yes or no? മധ്യസ്ഥ പ്രാർത്ഥന വേണ്ടെന്നല്ല അച്ചാച്ചൻ പറഞ്ഞിട്ടോ. എനിക്കിപ്പം വലിയൊരു കൂട്ടായ്മ ഇവിടെ പ്രാർത്ഥിക്കുന്ന വലിയൊരു കൂട്ടായ്മ, ലോകം മുഴുവന് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന നല്ല കൂട്ടായ്മ. സ്ഥലപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. അതായത് അടിസ്ഥാനപരമായിട്ട് വേണ്ടത് നിന്റെ മാനസാന്തരം, അടിസ്ഥാനപരമായിട്ട് വേണ്ടത് നിന്റെ ഹൃദയത്തിൻ്റെ മാറ്റം. അത് മാറാതെ മറ്റുള്ളവരെ കൂടി പ്രാർത്ഥിപ്പിച്ചത് കൊണ്ട് കാര്യമില്ല. ഡ്യൂപ്ലിസിറ്റി കളഞ്ഞാൽ മതി, അനുഗ്രഹങ്ങൾ കിട്ടിയിരിക്കും. കയ്യടിച്ച് കർത്താവ് തന്നെ പറഞ്ഞ യേശുവേ സ്തുതിക്ക്. കരങ്ങൾ ഉയർത്തി ഒറ്റ വിളിച്ച് യേശുവേ എന്ന് വിളിച്ച് പൈശാചിപ്പടെ അടിയട്ടെ സ്തുതിക്ക്. യേശുവേ സ്തുതിക്കുന്നു. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, ഹല്ലേലൂയ. അത് ശരിക്കുള്ള മാനസാന്തരം, പാപത്തെയും പാപമാർഗങ്ങളെ വെറുത്തുപേക്ഷിച്ച് ജീവിതം വിശുദ്ധീകരിക്കണം. 1 പത്രോസ് 1:15 പറയുന്ന പോലെ നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരാകണം. പരിശുദ്ധി നോക്കേണ്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധി, അല്ലാതെ അപ്പുറത്തുള്ള ആ ചേട്ടൻ പള്ളിയിൽ പോകുന്നവൻ്റെ ആളുടെ വിശുദ്ധിയുടെ അളവ് വെച്ചല്ല നമ്മൾ നോക്കേണ്ടത്. അവിടുത്തെ അമ്മയുടെ വിശുദ്ധിയുടെ അളവല്ല നോക്കേണ്ടത്. ഇവിടുത്തെ പ്രാർത്ഥനക്കാരൻ്റെ വിശുദ്ധിയുടെ തോതല്ല നോക്കേണ്ടത്. അവിടുത്തെ പ്രാർത്ഥനക്കാരൻ്റെ വിശ്വാസമുണ്ട്. നിന്റെ വിശുദ്ധിയുടെ തോത് നീ നോക്കേണ്ടത് ഈശോ മിശിഹായുടെ വിശുദ്ധിയിലേക്കാണ്, കർത്താവിൻ്റെ കൃപയിലേക്ക്, കർത്താവിൻ്റെ പ്രവർത്തനത്തിലേക്കാണ് നിന്റെ കണ്ണ് നട്ടിരിക്കേണ്ടത്. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. റോമാലേഖനം 12:1 പറഞ്ഞ പോലെ ആകയാൽ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായിട്ട്. ഈ പൈശാചത്തെ ബഹിഷ്കരിക്കാൻ വേണ്ട ഏറ്റവും വലിയ വരം എന്തെല്ലാവരും ഓടി നടക്കുന്നുണ്ട്, വരം കിട്ടാൻ. സത്യത്തിൽ എന്താണെന്നറിയോ? ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ എത്തിച്ചിട്ടുണ്ട്. ഞാൻ 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, വിശുദ്ധിയെ അജയ്യമായ പരിചയാക്കും. ശ്രവണത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. വിശുദ്ധിയെ അജയ്യമായ പരിചയാക്കുക. അതായത് വിശുദ്ധിയാണ് വേണ്ടത്. സാത്താൻ അടുക്കാതിരിക്കണമെങ്കിൽ വിശുദ്ധി വേണം, അല്ലെങ്കിൽ സാത്താൻ അടുക്കും. വിശുദ്ധിയിലേക്ക് പിശാചിനെ അറ്റാക്ക് ചെയ്യും. അണക്കരയിൽ നിങ്ങൾ വരുമ്പോൾ കാണാൻ പറ്റും. ശരിക്കും എനിക്ക് ഒഫീഷ്യലായിട്ടുള്ള അതൊരു ചെയ്യാൻ പലപ്പോഴും പരിശുദ്ധാത്മാവിനോട് പറയുന്ന അവിടെ മാത്രമാണ്. യൂഷ്വലി ബിക്കോസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് was promised me to do that prayer of deliverance only at our recent powerful. ആ സമയത്ത് ഇത് കാണാം. ഇപ്പം കഴിഞ്ഞ ദിവസം കാണാം. ശരിക്കും സ്പിരിറ്റ് പോയി, അതിൻ്റെ വെറുതെ ഒരു അടയാളമല്ല. ആ സ്പിരിറ്റ് ആ വ്യക്തിയിൽ നിന്ന് പോയി കഴിയുമ്പോൾ ഈ വ്യക്തിയിലുണ്ടാകുന്ന മാറ്റം. ഞാൻ പലപ്പോഴും ധ്യാന സെൻ്ററിൽ എൻ്റെ ഒരു ശുശ്രൂഷയുടെ ശൈലി അല്ലെങ്കിൽ വിശ്വ തന്നൊരു വഴിയാണ്. ഞാൻ ധ്യാനം കഴിഞ്ഞു ഞാൻ എൻ്റെ വഴിക്ക് പോകും. ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാറുമില്ല, ആരെയും പ്രത്യേകിച്ച് കാണാറുമില്ല, ഒന്നുമില്ല. പക്ഷെ ജനം പള്ളി വിട്ടു പോകത്തില്ല. They won't go out. അവന് പ്രാർത്ഥിച്ചു. ചിലപ്പോൾ രാവിലെ 9 മണിക്ക് പൊക്കോളം ഞാൻ പറഞ്ഞാലും ചിലപ്പോൾ അവർ പോകുന്നു ഉച്ച കഴിഞ്ഞും 3 മണി കഴിഞ്ഞും പിറ്റേ ദിവസമൊക്കെ പോകും. അത് ഞാനിപ്പോഴും ഞാൻ മൂലമായിരുന്നു എന്നെ കേന്ദ്രീകരിച്ചായിരുന്നു നിൽക്കരുത് എന്നെനിക്ക് നിർബന്ധമുണ്ട്. പക്ഷെ ഡെലിവറൻസ് കിട്ടിക്കഴിയുമ്പോൾ പള്ളിയിൽ നിന്ന് അവനെ പള്ളിയോട് അടുക്കും, ബലിപീഠത്തോട് അടുക്കും. ഡെലിവറൻസ് കിട്ടുന്നതിന് മുമ്പ് അസ്വസ്ഥന, വെരി ഡിസ്റ്റർബ്ഡ്.
പല കുടുംബങ്ങളും തകരുന്നുണ്ട്. ശരിക്കും ഈവിൾ സ്പിരിറ്റ് ഉണ്ട് കേട്ടോ, ഇല്ലാത്ത സ്പിരിറ്റ്, പൈശാചിക ശക്തി പച്ചയ്ക്കുണ്ട്. കാത്തലിക് ചർച്ചിൻ്റെ പഠനമാണ് അത് ഈശോയിൽ ഞാൻ നന്ദി പറയുന്ന സഭ എല്ലാം വെളിപ്പെടുത്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. സഭയിൽ കാത്തലിക് ചർച്ചിന് ഏറ്റവും കൂടെ പവർഫുള്ളാണ്. കാരണം കാത്തലിക് ചർച്ചിന് അനോയിൻറ്റിങ് കിട്ടുന്നുണ്ട്. ലൂക്ക 9:1-2 അവൻ 12 അപ്പസ്തോലന്മാരെയും തിരഞ്ഞെടുത്ത് സകല പിശാചുക്കളുടെ മേൽ അവനവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. ഈശോ എന്തിനു വന്നു? ഈശോ വന്നതിൻ്റെ ലക്ഷ്യം തന്നെ 1 യോഹന്നാൻ 3:8 പറയും, പിശാചിൻ്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ലൂക്ക 10:19 പറയും, പാമ്പുകളെ, തേളുകളെ, ശത്രുവിൻ്റെ സകല ശക്തികളെ മീതെ ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരും. മർക്കോസ് സുവിശേഷം 16:16-20 വരെയുള്ള വചനത്തിൽ പറയുന്നുണ്ട്, വിശ്വസിക്കുന്നവർ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവർ ശിക്ഷിക്കപ്പെടും, വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളങ്ങൾ അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. ഇത് മുഴുവൻ പ്രവർത്തിക്കുന്നത് വരങ്ങൾ. ഇത് വരവല്ല, ഞാൻ പറയാം, എനിക്കിത് വരവല്ല, കൃപയാന്ന് പറയും. വരയും കൃപയൊന്നും ഭയങ്കര വ്യത്യാസമുണ്ട്. ഈ വരം കൊണ്ട് കാര്യമില്ല, കൃപ കൊണ്ടേ കാര്യമുള്ളൂ. ഞാൻ പറയും വരത്തെക്കുറിച്ച് ഈശോ പറയുന്നുണ്ട്. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 21 മുതൽ പറഞ്ഞു, കർത്താവേ കർത്താവേ എന്നെ വിളിക്കുന്നവനല്ല, മറിച്ച് എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിച്ചത്. അതിനുശേഷം പറയും, അന്ന് നിങ്ങൾ ചെല്ല് പറയും, എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിച്ചിട്ടുണ്ട്, എൻ്റെ നാമത്തിൽ രോഗികളെ സുഖപ്പെടുത്തിയിട്ടുണ്ട്, നിൻ്റെ ഈ തെരുവുകൾ ഞങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ നിങ്ങളെ അറിയില്ല. കാരണം അത് വര ഉപയോഗിക്കുന്നവരെ ദൈവം അറിയുന്നത്. കൃപയുള്ളവരെ അറിയുന്നു. കൃപയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈശോയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നുണ്ടാകുന്ന ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ. മാലാഖമാര്, പ്രത്യേകിച്ച് ലൂസിഫർ ആൻഡ് സൈന്യം, അത് സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് ചാടി അവരെ വിട്ടു. അവർ പാതാളത്തേക്ക് പോകുന്നു, ഭൂമിയിലോട്ട് വന്നെങ്കിലും അതുങ്ങളുടെ അടയാളം, അതുങ്ങൾ ഇന്നും അടയാളം പ്രവർത്തിക്കുന്നുണ്ട്. അത് അതുങ്ങളുടെ അടയാളത്തിന് വരങ്ങളെല്ലാം പ്രവർത്തിക്കും. അതാണ് ചില മന്ത്രവാദികൾ, കൂടോത്രവാദികളുടെ കൂട്ടത്തിലൊക്കെ സ്പിരിറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ അത് അത്ഭുതങ്ങൾ അടയാളമൊക്കെ കൊടുക്കുന്നത്, രോഗശാന്തി പോലും കൊടുക്കുന്നു. ബൈബിൾ എഴുതി വെച്ചിട്ടുണ്ട്. മത്തായി അപ്പോസ്തല പ്രവർത്തനം 16:16-19 വചനം. ഞങ്ങൾ പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോയപ്പോൾ ഭാവി ഫലം പ്രവചിക്കുന്ന ആത്മാവ് ബാധിച്ച ഒരു അടിമ പെൺകുട്ടിയെ കൊണ്ടു. ഭാവി പ്രവചനം വഴി അവൾ തൻ്റെ യജമാനന്മാർക്ക് ധാരാളം ആദായം ഉണ്ടാക്കി കൊടുത്തിരുന്നു. അത് പൗലോസിൻ്റെയും മറ്റുള്ളവരും പുറകെ വന്നിട്ട് പറഞ്ഞു, ഇവർ സത്യമായും ക്രിസ്തുവിൽ നിന്നുള്ളവരാണ്, ഇവരെ രക്ഷയുടെ മാർഗം പ്രസംഗിക്കുന്നു, ഇവരെ കേൾക്കാൻ പറഞ്ഞു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഇത് പൗലോസിനെ അസ്വസ്ഥപ്പെടുത്തി. പൗലോസ് തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, അവളുടെ ആത്മാവിനോട് പറഞ്ഞു അവളെ വിട്ട് പുറത്തു പോകും. ആ നിമിഷം ആ സ്പിരിറ്റ് അവളെ വിട്ടുപോയി. ഉടനെ ആളുകളെല്ലാം കൂടെ പൗലോസിനെ കയറി പിടിക്കുന്നുണ്ട്. ഈ സ്പിരിറ്റ് എവിടുന്ന്? ഇത് ഒരു ഫോളൻ ഏഞ്ചലാണ്. മാലാഖമാരൊരാളെ താഴെ പോയി ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയ മാലാഖമാർ, അവർക്ക് ചില അടയാളങ്ങളൊക്കെ ഉണ്ട്. അവിടെ കാണുന്നിടത്തെല്ലാം ദർശനങ്ങളും വരങ്ങളുമായിട്ട് പോകുമ്പോൾ അത് കൃപയല്ല, അത് നമ്മളൊക്കെ കൃപയാണ്. കൃപയില്ലാതെ ചിലപ്പോൾ ഞാനത് കണ്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. കൃപയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തോട് ചേർന്നുള്ള ജീവിതം നയിക്കുന്ന വ്യക്തിയായിരിക്കും. അത് ആത്മാവിൽ, ഇന്നലെ അച്ഛൻ പറഞ്ഞു, ആത്മാവിൽ വചനം ഇരിക്കുന്നു. ഈശോയുമായിട്ടുള്ള ഗാഢബന്ധമാണ്. അത് കൃപയൊഴുകുന്നതും അതാണ്. ഈ പഴയ നിയമത്തിൽ മോശയ്ക്ക് കൃപയുണ്ട്. ഹല്ലേലൂയ. മോശയുടെ വടിക്ക് അത്ഭുത വടിയായി. അത് ഫറവോടെ മുന്നിൽ ചെന്നിട്ട് ഈ വടി താഴെ ഇടുമ്പോൾ പാമ്പായിട്ട് മാറി. ഉടനെ ഫറവോ പറഞ്ഞു, ഇവിടെ ഞങ്ങൾക്ക് നല്ല മന്ത്രവാദികളൊക്കെ ഉണ്ട്, നീ കണ്ടോളാൻ പറഞ്ഞു. ഉടനെ നാട്ടിലെ മന്ത്രവാദികളെ വിളിച്ചു. അവരുടെ വടികൾ, അത്ഭുത വടി കൊണ്ടുവന്നിട്ട് അവിടെ ഇടുമ്പോൾ അത്തും പാമ്പായി. അപ്പം അത് കാണിക്കാനുള്ള പരിപാടി ഇതിനുണ്ട്, സ്പിരിറ്റിനുണ്ട്. അപ്പം മോശയുടെ വടി ആ പാമ്പ് സർപ്പം ചെയ്യുന്നത് ഇതിനെ മുഴുവൻ വിഴുങ്ങുന്ന കാണാൻ പറ്റും. അതിന് കാരണം കൃപയുള്ളവന് തിന്മയെ ഇല്ലാതാക്കാൻ പറ്റുള്ളൂ. മറ്റത് തിന്മയെ വെളിപ്പെടുത്താൻ പറ്റും, പക്ഷേ ഇല്ലാതാക്കാൻ പറ്റില്ല. ചിലയിടത്തെങ്കിൽ പ്രാർത്ഥിക്കാൻ പോകും, പൈശാച് ഇളകും, ഭയങ്കര ഇളക്കം കാണാൻ പറ്റും, പക്ഷേ അതിനെ ഇല്ലാതാക്കാൻ പറ്റില്ല. ഇല്ലാതാക്കുന്നത് കൃപയ്ക്ക് മാത്രമേ ഇല്ലാതാക്കാൻ പറ്റുള്ളൂ. സഭയോടുള്ള കൂട്ടായ്മയോട് ഐക്യപ്പെട്ടു എന്നുള്ള അതാണ് കാത്തലിക് ചർച്ചിന് ഗ്രേസ് കർത്താവ് കൊടുത്തിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക കൃപ സഭയ്ക്കുണ്ട്. യോഹന്നാൻ 1-ാം അധ്യായത്തിലെ 1-10 മുതൽ വചനം വയ്ക്കും, അവൻ സ്വജനത്തിൻ്റെ അടുക്കിലേക്ക് വന്നു, അവരാകട്ടെ അവനെ സ്വീകരിച്ചില്ല. എന്നാൽ അവനെ സ്വീകരിച്ചവർക്കല്ല, അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കല്ല ദൈവമക്കളാകാൻ കഴിവ് കൊടുത്തു. ആരാണ് സ്വീകരിച്ചത്? മാനസാന്തരപ്പെട്ടവർ. പാപിനെ ഈശോ സ്വീകരിച്ചു. അങ്ങനെ പാപനെ ഈശോ സ്വീകരിച്ചത്, സ്വീകരിക്കാൻ പറ്റിയത്
പാപത്തിൽ കഴിഞ്ഞു. പാപബന്ധങ്ങള്, പൈശാചിക ബന്ധങ്ങൾ ഉപേക്ഷിച്ചു. She left everything behind. She changed her heart, way of thinking. She cried before Jesus. അപ്പോൾ അവളിലേക്ക് കർത്താവിൻ്റെ പാപമോചനത്തിൻ്റെ കൃപ ഒഴുകി. ധൂർത്തപുത്രൻ മാനസാന്തരപ്പെട്ട് വരുമ്പോൾ ആ ദൈവസ്നേഹം കിട്ടുകയാ, ആ കൃപയിലേക്ക് വരികയാണ്. അത് കൃപയതാണ്, കൃപയതാ. വീണ്ടും മൂന്നാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പത്രോസിനെ തന്നെയാണ്. പത്രോസ് 3 വട്ടം കർത്താവിനെ തള്ളിപ്പറഞ്ഞു. ഞാൻ അവനെ അറിയില്ല. പക്ഷെ അതിന് ശേഷം ഒരു വചനം എഴുതിയിട്ടുണ്ട്. ഈശോ അവനെ നോക്കിയപ്പോൾ ഈശോ നോക്കുന്നവൻ കണ്ടു. ശരിക്കും നിന്നെ എല്ലാ കുർബാനയിലും ഈശോ വരുന്നുണ്ടല്ലോ. In every holy mass Jesus is coming. The risen Lord is present here. He is looking at you. He's caring. Praise the Lord. Praise the Lord. Praise the Lord. നിന്നെ നോക്കുന്ന നീ ഇതുവരെ കണ്ടിട്ടുണ്ടോ? Have you seen? 3 വട്ടം പത്രോസ് ഈശോയെ തള്ളി പറഞ്ഞിട്ട് അപ്പോൾ ഈശോ അവനെ നോക്കി. ഈശോ നോക്കി നാം കണ്ടു. ഈശോ നോക്കി എന്നെ ഈശോ കാണുന്നുണ്ട്. പണ്ടൊക്കെ മാതാപിതാക്കൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. മോനെ ദൈവം കാണും കേട്ടോ, ദൈവം കാണുന്നുണ്ട് ചെയ്യരുത്. അത് വെറുതെ പറയുന്നില്ല. അവർക്കൊക്കെ ദൈവത്തിൻ്റെ കണ്ണ് കാണാമായിരുന്നു. ഇന്നത്തെ അപ്പനമ്മമാർക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടോ? അബോർഷന് ഹോസ്പിറ്റലിലോട്ട് പോകുമ്പോൾ മോളെ ഇത് കാണാറുണ്ടോ ദൈവം നോക്കുന്നത്? പണത്തിന് വേണ്ടി കള്ള ബിസിനസ്സിൽ ഏർപ്പെടുമ്പോൾ ദൈവം നോക്കുന്നുണ്ടോന്ന്, കാണുന്നുണ്ടെന്ന് അറിയുന്നുണ്ടോ? രാത്രി മുഴുവൻ മ്ലേച്ഛ ചിത്രങ്ങളും ഫോൺ വിളി നടത്തുമ്പോൾ ദൈവം കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ടെന്ന് അറിയുന്ന എത്ര പേരുണ്ട്? ഇത് അവരൊക്കെയാണ് മാനസാന്തരപ്പെട്ടവർ. മന്ത്രവാദിയുടെയും കൂടോത്രവാദിയുടെയും ബ്ലാക്ക് മാസിന്റെയും സെറ്റാനി വർഷിപ്പിന്റെയും അടുത്ത് വെറുതെ പോവാ, സൈറ്റൊക്കെ നോക്കി ദൈവം കാണുന്നുണ്ടെന്നുള്ള ബോധ്യം. ദൈവം എന്നെ നോക്കുന്നുണ്ട്. He is looking at me. Praise the Lord. Praise the Lord. മദ്യവും മ്ലേച്ഛ പാപങ്ങളൊക്കെ വീട്ടിൽ നടക്കുമ്പോൾ ദൈവം കാണുന്നുണ്ട്. ദൂർത്തടിക്കുമ്പോഴും കുറ്റം പറയുമ്പോഴും ദൈവം കേൾക്കുന്നുണ്ട്. ഈ ഒരു ബോധ്യം നിനക്കുണ്ടായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നീ ഇവിടെ നിൽക്കുന്നു എന്ന് ചിന്തിച്ചു നോക്കുക. പള്ളിയിലും ആൾക്കാരുടെ അടുത്ത് നിന്നിട്ടും കാര്യമൊന്നുമില്ല. ഈ ദൈവം നോക്കുന്നത് കാണുന്നുണ്ടോ? നീ കണ്ടാലേ വല്ല കാര്യമുള്ളൂ. എല്ലാം നമ്മൾ കേൾക്കും, തള്ളിക്കളയും. ലീവ് ഇറ്റ്. യേശുവേ സ്തുതിക്കുക. മാനസാന്തരം എളുപ്പമുള്ള പരിപാടിയല്ല കേട്ടോ. മാനസാന്തരം ഒരു മരണമാണ്. Dying. Praise the Lord. യേശു സ്തുതിക്കുക. പൗലോസ് പറയുന്നു, ഞാനല്ല, ക്രിസ്തുവാണ് എന്നെ ജീവിക്കുന്നത്. പൗലോസ് വീണ്ടും പറയുന്നുണ്ട്, മരണം ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മരിച്ച ഈശോയുടെ കൂടെ ആയിരിക്കാം. മരണമാണ്. മാനസാന്തരം അത്ര സുഖമുള്ള പരിപാടിയല്ല ഒറ്റ നോട്ടത്. പക്ഷേ മാനസാന്തരത്തിൻ്റെ ഫലം ഒരു വലിയ ആനന്ദമാണ്. വലിയൊരു ആനന്ദമാണ്. പ്രൈസ് ദി ലോർഡ്. അതനുഭവിക്കുന്നവർക്ക്, കാരണം ദൈവ സാന്നിധ്യം പൊതിഞ്ഞു സൂക്ഷിക്കുന്ന സംഭവമാണ്. പ്രൈസ് ദി ലോർഡ്. മാനസാന്തരപ്പെടുന്നവനെ ദൈവം വാരിപ്പുണരുമെന്ന ബൈബിൾ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഈ ധൂർത്തപുത്രൻ ഒറ്റയ്ക്ക് വരുന്നത്? ശരിക്കും മാനസാന്തരപ്പെട്ടാൽ നീ ഒറ്റയായി പോവേ. അവൻ മാനസാന്തരപ്പെട്ടവൻ അവൻ ഒറ്റയ്ക്ക് വരുന്നത്. ആരില്ല അവൻ്റെ കൂടെ. അവനോട് പാപം ചെയ്തവരെല്ലാം ഉപേക്ഷിച്ചു. അങ്ങനെ അവൻ എല്ലാം ഒറ്റപ്പെട്ടു. ആ ഒറ്റപ്പെട്ട് വരും. ശരിക്കും മാനസാന്തരപ്പെടുന്നവൻ ഒറ്റപ്പെട്ടിരിക്കും. ആ ഒറ്റപ്പെടുന്നവനെ ദൈവം ഒറ്റപ്പെടുത്തില്ല. അവനെ ദൈവം അങ്ങ് വാരിപ്പിടിക്കും. മാനസാന്തരപ്പെട്ടിട്ടുള്ളവരെല്ലാം ഒറ്റപ്പെട്ടിട്ടുണ്ട്. ഒറ്റപ്പെടാതെ മാനസാന്തരപ്പെടാൻ സാധ്യമല്ല. Can you follow me? Yes or no? 2 കാര്യം എടുത്തൊരു ഹല്ലേലൂയ പറഞ്ഞേ. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ. മക്കളൊന്ന് ഉയർന്ന് കൈയടിച്ച് ഉച്ചത്തിൽ പോരാ.
യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആമേൻ. പത്രോസ്, കർത്താവ് അവനെ നോക്കിയത് പത്രോസ് കണ്ടു. പുറത്തോട്ടിറങ്ങിയിട്ട് അവൻ ഹൃദയം നൊന്ത് കരഞ്ഞു എന്ന് പറയും. ഹൃദയം നൊന്ത് വേദന, ഉള്ളിലൊരു വേദന. ഞാൻ 3 വട്ടം ഈശോയെ തള്ളിപ്പറഞ്ഞു. അവനെ അറിയില്ല, എനിക്ക് അവനെ അറിയില്ല. നമ്മൾ 3000 പ്രാവശ്യം ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ നമ്മൾ കാര്യസാധ്യത നിലനിൽപ്പിന് വേണ്ടി, ശരിക്കും ഇവിടെ പത്രോസിന് തൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാ ഒരു സ്ത്രീയുടെ മുമ്പിൽ വെച്ച് ഞാൻ അവനെ അറിയില്ല. അവർ ചോദിച്ചാലും നിന്റെ സ്വരം തന്നെ ഞങ്ങൾ തെളിയിക്കുന്നത് നീ എൻ്റെ ശിഷ്യനാണ്. ഞാൻ ആ ശിഷ്യനൊന്നും നിങ്ങളാര് പറഞ്ഞു? ഇത്രയേ ഉള്ളൂ. പേടിച്ചിട്ട് നിലനിൽപ്പ് ശരിയാ, നിലനിൽപ്പിന് വേണ്ടി, നിന്റെ പല നിലനിൽപ്പുകൾക്കും വേണ്ടി, പണം നിലനിൽക്കാൻ, ഭാര്യ നിലനിൽക്കാൻ, ഭർത്താവ് നിലനിൽക്കാൻ, മക്കൾ നിലനിൽക്കാൻ, സ്വത്ത് നിലനിൽക്കാൻ, ബിസിനസ് കിട്ടാൻ, ജോലി കിട്ടാൻ, പേര് കിട്ടാൻ, ശുശ്രൂഷകൾ ചെയ്യാൻ, ചില നല്ല നിലനിൽപ്പിന് വേണ്ടി കവച്ചക്കള്ളം ദൈവത്തെ ഈശോയെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ആ തള്ളിപ്പറഞ്ഞു കൊടുത്ത് ഒരിക്കലെങ്കിലും നീ കരഞ്ഞിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് വൺസ്. അനുതാപത്തിൻ്റെ കണ്ണുനീര് ഒരിക്കലെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പലപ്പോഴും നമ്മൾ കരയാറുണ്ട്. ജോലി പോയി, വീട്ടിലാരോ മരിച്ചു, അല്ലെങ്കിൽ രോഗം വന്നു, അങ്ങനെ ചില അപകടം വന്നു, പല പ്രശ്നമുണ്ടായി, വീട്ടിൽ ചീത്തവിളി ഉണ്ടായി, അമ്മ തല്ലി, അപ്പൻ ചീത്ത വിളിച്ച് ഇറക്കി വിട്ടു, ഹസ്ബൻഡ് എന്നെ കുറ്റപ്പെടുത്തി, ഞാൻ ചെയ്യാത്ത കുറ്റം എൻ്റെ മേൽ ആരോപിച്ചു, ഭാര്യ എന്നെ മോശമെന്ന് പറഞ്ഞു, ചീത്ത പറഞ്ഞു, നാട്ടുകാരെല്ലാം കൂടെ എന്നെക്കുറിച്ച് ചീത്ത പറഞ്ഞു. അപ്പോൾ ഇരുന്ന് കരയും, എല്ലാവരും കൂടെ എന്നെ കൊല്ലുക, എല്ലാവരും എന്നെ വിഷമിപ്പിക്കുക. അതൊക്കെ എങ്ങനെ കരയേണ്ടി വരുന്നതേ. ആ കരച്ചിലുണ്ട്. ഇന്നൊക്കെ ഈ പത്രോസിനും പൗലോസിനും ഒക്കെ പിന്നീട് ആര് പീഡിപ്പിച്ചിട്ട് നിങ്ങൾ കരഞ്ഞിട്ടില്ല? ഒരിക്കലും നിങ്ങൾ കരഞ്ഞിട്ടില്ല. പത്രോസിനൊക്കെ ഇഷ്ടം പോലെ പീഡനം കിട്ടിയതാണ്, പൗലോസിനെയൊക്കെ ഓടിച്ചിട്ട് കല്ലെറിഞ്ഞതാണ്, പക്ഷെ കരഞ്ഞിട്ടില്ല. കരയാത്ത കാര്യമെന്നറിയോ? ശരിക്കും അനുതാപത്തിൻ്റെ കണ്ണുനീര് വന്നവന് പിന്നെ ലോകത്തിൻ്റെ പീഡനം ഏക്കയല്ല, ലോകത്തിൻ്റെ ഒന്നും ബാധകമല്ല.